അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരങ്ങളെ, ശഅബാൻ മാസം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഈ സമയത്ത് ഏതാനും ചില കാര്യങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിൽ പതിഞ്ഞു നിൽക്കുവാൻ പ്രചോദകമായ വളരെ പ്രധാനമായ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതൊരു പ്രസംഗം എന്നതിനേക്കാൾ ഉപരിയായി നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് റമദാൻ മാസത്തിലേക്ക് തയ്യാറെടുപ്പ് നടത്തുവാൻ ആവശ്യമായ ഒരു ക്ലാസ് എന്ന രൂപത്തിലായിരിക്കണം ഇതിനെ നമ്മൾ എല്ലാവരും കാണേണ്ടത്. ശഅബാൻ മാസം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, മനസ്സിലാക്കേണ്ട വളരെ പ്രധാനമായും നമ്മൾ ഉൾക്കൊള്ളേണ്ട ചില വിഷയങ്ങളെ സംബന്ധിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ ആദ്യം എന്താണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നതിനെ സംബന്ധിച്ച് രണ്ടു മൂന്ന് കാര്യങ്ങൾ അക്കമിട്ട് പറയാം. ഒന്നാമതായി, നമ്മുടെ കർമ്മങ്ങളെല്ലാം ഉയർത്തപ്പെടുന്ന ഒരു മാസമാണ് ഈ ഒരു ശഅബാൻ മാസം. നമ്മൾ ആ ഒരു ബോധം ആദ്യം ഉണ്ടായിരിക്കണം. രണ്ടാമതായി, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിച്ചിരുന്നത് നിർബന്ധ നോമ്പല്ല, സുന്നത്ത് നോമ്പുകൾ ധാരാളമായി എടുത്തിരുന്ന ഒരു മാസമാണ് ഈ ഒരു ശഅബാൻ മാസം. മൂന്നാമതായി, ഈ മാസത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അധികം ആളുകളും അശ്രദ്ധയിലായി പോകുന്ന ഒരു മാസമാണ് ഈ ഒരു മാസം. നാലാമതായി, റമദാനിലെ നഷ്ടമായ, നമുക്ക് പലർക്കും പല കാരണങ്ങൾ കൊണ്ട് നഷ്ടമായിട്ടുള്ള കുറെ നോമ്പുകൾ ഉണ്ടായിരിക്കും. അതെല്ലാം പൂർത്തീകരിക്കാൻ, പിടിച്ചു വീട്ടാൻ പറ്റിയ ഒരു മാസമാണ് ഈ ഒരു ശഅബാൻ മാസം. അഞ്ചാമത്തേത്, റമദാനിലേക്ക് ഒരുങ്ങുവാനുള്ള ഒരു മാസമാണ് ഈ ശഅബാൻ മാസം. നമ്മൾ ആദ്യം പറഞ്ഞ 4 കാര്യങ്ങളും ഈ അഞ്ചാമതായി പറഞ്ഞ കാര്യവും 4ഉം കൂടി ചേർത്താൽ അതിന് ഉത്തരമായി കിട്ടുന്നത് അഞ്ചാമത്തെ ഒരു കാര്യമാണ്. അതായത് 4 കാര്യങ്ങളും ഈ 5ൽ ഒതുങ്ങുന്ന വിഷയമാണ്. റമദാനിലേക്ക് ഒരുങ്ങുവാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ ഈ ഒരു മാസത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ സൽക്കർമ്മങ്ങൾ, അത് സൽക്കർമ്മമായാലും പിന്നെ ദുഷ്കർമ്മമായാലും എല്ലാ കർമ്മങ്ങളും എല്ലാ ദിവസവും അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. അത് ഈ വർഷത്തിലുള്ള ഈ മാസം മാത്രമല്ല, മറിച്ച് എല്ലാ ദിവസവും അള്ളാഹുലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ, അമലുകൾ ഉയർത്തപ്പെടുന്നുണ്ട്. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമുക്ക് കാണാം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യതആഖബൂന ഫീകും മലായികത്തും ബില്ലൈലി വ മലായികത്തും ബിന്നഹാർ. നിങ്ങളിൽ രാവും പകലും മാറി മാറി വരുന്ന മലക്കുകളുണ്ട്. അതായത് രാവിലെ വരുന്ന മലക്കുകളുണ്ട്, ആ മലക്കുകൾ പോയിട്ട് പിന്നെ വൈകുന്നേരം വരുന്ന മലക്കുകളുണ്ട്. അങ്ങനെ മാറി മാറി വരുന്ന മലക്കുകൾ നിങ്ങളിലുണ്ട്. ഫി സ്വലാത്തിൽ ഫജ്രി വ സ്വലാത്തിൽ അസറി. എന്നിട്ട് ഈ മലക്കുകൾ എന്താണ് ചെയ്യുന്നത്? അവർ പ്രഭാത നമസ്കാര വേളയിൽ, സുബഹി നമസ്കാര സമയത്തും അസർ നമസ്കാര വേളയിലും ഒരുമിച്ച് കൂടുന്നു. അപ്പൊ രാവിലെ വന്ന മലക്കുകൾ, വൈകുന്നേരം വരുന്ന മലക്കുകൾ അസറിന്റെ സമയത്ത് അവര് ഒരുമിച്ച് കൂടുന്നു. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? പിന്നീട് സുമ്മ യഅ്റുജു ലദീന ബാതു ഫീകും. എന്നിട്ട് നിങ്ങളിൽ കഴിഞ്ഞു കൂടിയ, നിങ്ങളുടെ കൂടെ കഴിച്ചു കൂട്ടിയിരുന്ന മലക്കുകൾ മുകളിലേക്ക് കയറി പോകുന്നു. അപ്പൊ അള്ളാഹുവിൽ നിന്ന്, മുകളിൽ നിന്ന് വന്ന മലക്കുകളാണ്. അവർ നമ്മോടൊപ്പം കഴിഞ്ഞു കൂടിയവരായിരുന്നു. അവർ അള്ളാഹുലേക്ക്, മുകളിലേക്ക് കയറി പോകുന്നു. റബ്ബുഹും വഹുവ അഅലമു ബിഹി. അങ്ങനെ മുകളിലേക്ക് കയറി പോകുന്ന മലക്കളോട് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കും, അള്ളാഹുവിന് അറിയാം ഇവിടെ എന്തായിരുന്നു സംഭവിച്ചതെന്നൊക്കെ. എന്നാൽ അള്ളാഹു ആ മലക്കളോട് ചോദിക്കുകയാണ്, കൈഫ തറക്തും ഇബാദി, നിങ്ങള് എന്റെ അടിമകളെ ഈ ഭൂമിയിൽ ഉപേക്ഷിച്ചതിന് ശേഷം, അതായത് മലക്കുകൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പള്ളിയിലും നമ്മുടെ കർമ്മങ്ങളിലൊക്കെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പൊ നിങ്ങൾ ഭൂമിയിൽ നിന്നും ആകാശ ലോകത്തേക്ക് വന്ന സമയത്ത് എന്റെ അടിമയുടെ അവസ്ഥ എന്തായിരുന്നു? ഫയഖൂലു,
അന്നേരം മലക്കുകൾ പറയും തറക്കിനാഹും വഹും യുസല്ലൂന വ ആതേനാഹും വഹും യുസല്ലൂന. ഞങ്ങൾ ചെന്നപ്പോഴും അവർ നമസ്കാരത്തിലായിരുന്നു, ഞങ്ങൾ തിരിച്ചു പോരുന്ന സമയത്തും അവർ നമസ്കാരത്തിലായിരുന്നു. അപ്പൊ സുബൈന്റെ സമയത്തും കാണുമ്പോൾ അവർ നമസ്കരിക്കുന്നവരായിരുന്നു, ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്തും അവർ നമസ്കരിക്കുന്നവരായിരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, മലക്കുകൾ നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഈ പള്ളികളിൽ വന്ന് നമ്മുടെ ഇബാദത്തുകളെല്ലാം ശ്രദ്ധിച്ച് അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുന്ന സന്ദർഭത്തില് അവർ പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പുണ്യകരമായ ഇബാദത്തായ നമസ്കാരത്തെ കുറിച്ചാണ്. ഞാൻ ഈ ഹദീസോട് പറയാൻ കാരണം, എല്ലാ ദിവസവും നമ്മുടെ കർമ്മങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല അടുക്കലേക്ക് ഉയർന്നു പോകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. അപ്പൊ എല്ലാ ദിവസവും കർമ്മങ്ങൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. രണ്ടാമത്തേത്, എല്ലാ ആഴ്ചകളിലും അള്ളാഹുലേക്ക് നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നുണ്ട്. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അബൂ ഹുറൈറയിൽ നിന്ന് ഉദ്ധരിക്കുന്ന റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഖറദുൽ അഅമാലു യൗമൽ ഇസ്നൈനി വൽ ഖമീസി ഫഉഹിബ്ബു അൻ യുറദ അമലി വ അന സ്വായിം. ഒരാഴ്ചയിൽ 2 പ്രാവശ്യം ജനങ്ങളുടെ കർമ്മങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്നു, അള്ളാഹുവിന്റെ അടുക്കൽ പ്രദർശിപ്പിക്കപ്പെടുന്നു. അതായത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. ഞാൻ എൻ്റെ കർമ്മങ്ങൾ പ്രദർശിക്കപ്പെടുന്നത്, നോമ്പുകാരനായിരിക്കെ എൻ്റെ കർമ്മങ്ങൾ പ്രദർശിക്കപ്പെടുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നു. നമ്മൾ സാധാരണ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഒക്കെ നോമ്പ് നോൽക്കാറുണ്ടല്ലോ. അപ്പൊ 2 ദിവസവും നമ്മൾ നോമ്പ് നോൽക്കുന്നു, നമ്മൾ ഖുർആൻ പാരായണം ചെയ്തു, നമസ്കരിക്കുന്നു. ആ ആഴ്ചയിലെ കർമ്മങ്ങളെല്ലാം അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു. ഉയർത്തപ്പെടുന്ന സമയത്ത് ഒരാള് തിങ്കളാഴ്ചയിലെ നോമ്പ് നോറ്റിട്ടുണ്ടെങ്കിൽ ആ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു. വ്യാഴാഴ്ച നോമ്പ് നോറ്റവനാണെങ്കിൽ ആ ആഴ്ചയിലെ വ്യാഴാഴ്ചയിലെ നോമ്പും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു. അപ്പോ ദിവസത്തിൽ ഉയർത്തപ്പെടുന്നു, ആഴ്ചയിൽ ഉയർത്തപ്പെടുന്നു, ഇനി എല്ലാ വർഷത്തിലും ഉയർത്തപ്പെടുന്നുണ്ട്. അൻ ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. അതായത് ആ മാസം, ശഅബാൻ മാസം, ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിലേക്ക് മനുഷ്യരുടെ ഒരു വർഷത്തെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നത് ആ ഒരു മാസത്തിലാവുന്നു. നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്ത കർമ്മങ്ങളെല്ലാം ഉയർത്തപ്പെടുന്നത് ഈ ഒരു ശഅബാൻ മാസത്തിലാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു സൗഭാഗ്യം എന്ന് തന്നെ പറയാം ശഅബാൻ മാസത്തിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളലും അത് മനസ്സിലാക്കലും ആ മാസത്തില് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഗൗരവത്തെ കുറിച്ച് ആലോചിക്കലും. നമ്മള് ഈ ചെറിയ ചെറിയ കർമ്മങ്ങളാണെങ്കിൽ പോലും അതിൻ്റെയൊക്കെ വാല്യൂ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാളെ പരലോകത്ത് ചെല്ലുന്ന സന്ദർഭത്തിലാണ്. അള്ളാഹുവിന്റെ ഖുർആനിൽ സൂറ അൽ അഗ്റാഫിലെ 8-ാമത്തെ ആയത്തിൽ കാണാം, വൽ വസ്നു യൗമൈദിൽ ഹഖ് ഫമൻ ഫഖുലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അന്നത്തെ ദിവസം, അതായത് നമ്മുടെ കർമ്മങ്ങളെല്ലാം എണ്ണി കണക്കാക്കി തൂക്കി നോക്കി നമുക്ക് അതിനുള്ള പ്രതിഫലം ലഭിക്കുന്ന ആ ഒരു ദിവസം, തൂക്കൽ യഥാർത്ഥ പ്രകാരം തൂക്കുന്ന ആ ഒരു ദിവസം, ആ ദിവസത്തിൽ അവരുടെ കർമ്മങ്ങൾ, ആരുടെ കർമ്മങ്ങൾ തുലാസിൽ കനം തൂങ്ങിയോ ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാവുന്നു യഥാർത്ഥത്തിൽ വിജയിക്കുന്ന ആളുകൾ. അപ്പോ നമ്മൾ ചെയ്യുന്ന ഏതൊരു കർമ്മവും, ഓരോ കർമ്മം ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ പതിയേണ്ടത് ഈ ഒരു കാര്യമാണ്. ഞാൻ ചെയ്യുന്ന ഒരു കർമ്മം, അത് നമസ്കാരം, നോമ്പ്, ഖുർആൻ പാരായണം, രാവിലെ വൈകുന്നേരം നടത്തുന്ന ദുആകള്, ദിക്റുകള്, ഇതിന്റെ ഒക്കെ പ്രതിഫലം നാളെ പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് തരുമെന്നുള്ള ഉറപ്പോടു കൂടിയായിരിക്കണം ഓരോ പ്രവർത്തനവും നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൽ ഇഖ്ലാസ് ഉണ്ടാവുന്നത്, അതിന്റെ ഔട്ട്പുട്ടായ തഖ്വ ഉണ്ടാവുന്നത്, അള്ളാഹുവിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുവാൻ പ്രേരിപ്പിക്കപ്പെടുന്ന ഘടകവും. ഖുർആൻ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്, അഗ്റാഫിൽ അതേ സൂറത്തിൽ തന്നെ 9-ാമത്തെ ആയത്തിൽ കാണാം, വമൻ ഖഫ്ഫത് മവാസീനുഹു ഫഉലൈക അല്ലദീന ഖസറു അൻഫുസഹും ബിമാ കാനു ബിആയാതിനാ യദ്ലിമൂൻ. ആരുടെ കർമ്മങ്ങൾ, അവന്റെ മവാസീൻ അത് കനം തൂങ്ങിയോ, കനം കുറഞ്ഞോ, ഖഫീഫ് അത് കനം കുറഞ്ഞതായോ, ഫഉലൈക അല്ലദീന ഖസറു അൻഫുസഹും, അവർ തന്നെയാണ് സ്വന്തത്തോട് അതിക്രമം കാണിച്ച ആളുകൾ. അപ്പൊ ഓരോ കർമ്മവും അതിൻ്റെതായ ഗൗരവത്തിൽ കാണുകയും അത് മനസ്സിലാക്കുകയും അതിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട്
അതിന്റെ പ്രതിഫലം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കേണ്ടത്. സലഫുകൾ പറഞ്ഞു വെച്ചൊരു കാര്യം, അന്ന അഅ്മാലുൽ ഇബാദി തുറദു അലല്ലാഹി തആല കുല്ല യൗമിൻ ثم تورد عليه أعمال الجمعة في كل اثنين وخميس ثم تعرض عليه أعمال السنة في شعبان فتعرض عرضا بعد عرض ولكل عرض حكمة. അള്ളാഹുവിന്റെ അടിമകളുടെ അമലുകൾ എല്ലാ ദിനത്തിലും അള്ളാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. ആഴ്ചയിലേത് വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും, വർഷത്തിലേത് ഷഅബാനിലും, ഓരോന്നിനു ശേഷം ഓരോന്നും. അതിൻ്റെയൊക്കെ പിന്നിൽ ഒരു യുക്തിയുണ്ട്, അത് അള്ളാഹുവിന് മാത്രം അറിയാവുന്ന യുക്തിയാണ്. അപ്പൊ ഷഅബാൻ മാസത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത, ഒരു വർഷത്തെ നമ്മുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന സന്ദർഭമാണ്, സമയമാണ്, നമുക്ക് ലഭിക്കുന്നത് വലിയ പ്രതിഫലമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ചെയ്തിരുന്നത് ഷഅബാൻ മാസത്തിൽ? അതാണ് രണ്ടാമത്തെ അതിന്റെ പ്രത്യേകത. അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി ഈ മാസത്തിൽ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്നുള്ളതാണ്. സുന്നത്ത് നോമ്പുകൾ റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് അനുഷ്ഠിച്ചിരുന്നത് ഈ ഷഅബാൻ മാസത്തിലാണ്. നമുക്ക് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും, അൻ ഉമ്മിൽ മുഅ്മിനീന ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മയായ ആയിഷ ബീവിയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാലത്ത് ലം യകുനി നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂമു ശഹറൻ അക്തറ മിൻ ശഅബാൻ ഫഇന്നഹു കാന യസൂമു ശഅബാൻ കുല്ല. ശഅബാൻ മാസത്തേക്കാൾ ധാരാളമായി മറ്റൊരു മാസങ്ങളിലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഷഅബാൻ മുഴുവനായും നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. അപ്പൊ ഈ ഹദീസിൽ എന്താ പറയുന്നത്? മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിച്ചിരുന്നത് നമ്മളിപ്പോൾ ഹാജരായിട്ടുള്ള ഷഅബാൻ മാസത്തിലാണ്. അവിടെ നിന്ന് ഷഅബാൻ മുഴുവനായും നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാവും, ഷഅബാനിൽ മുഴുവൻ നോമ്പ് അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് ഷഅബാൻ 1 മുതൽ അവസാനം വരെ നോമ്പ് അനുഷ്ഠിക്കുക എന്ന അർത്ഥത്തിലാണോ? അതല്ല ഷഅബാനിൽ കുറച്ച് നോമ്പ് അനുഷ്ഠിക്കലാണോ? അതല്ല ഷഅബാനിൽ ബഹുഭൂരിപക്ഷം ഒരു ദിവസം നോമ്പ് അനുഷ്ഠിക്കലാണോ എന്ന് സ്വാഭാവികമായിട്ടും ഈ ഹദീസ് നോക്കുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാകാം. ആ ഹദീസിനെ സംബന്ധിച്ച് മഹാനായ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറയുന്നു, ഷഅബാൻ മാസത്തിൽ വ്രതമെടുക്കുന്നത് പ്രത്യേകം ശ്രേഷ്ഠകരമാണെന്ന് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അഭിപ്രായം പറയുകയാണ്. മാത്രമല്ല, ഷഅബാൻ പൂർണ്ണമായും നോമ്പുണ്ടോ? ആയിഷ ഉമ്മ പറയുന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിച്ചിരുന്നത് ഷഅബാൻ മാസത്തിലാണ്. അങ്ങനെ വരുമ്പോൾ ഷഅബാനിൽ മുഴുവനായിട്ട് നോമ്പുണ്ടോ? നമുക്ക് കാണാം, ഇമാം മുസ്ലിം റിപ്പോർട്ട് ഹദീസിൽ അൻ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ, പ്രവാചകന്റെ പത്നിയായ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഖാലത്ത് വലം അറഹു സ്വാഇമൻ മിൻ ഷഹരിൻ ഖത്തു അക്സറ മിൻ സിയാമിഹി മിൻ ഷഅബാൻ കാന യസൂമു ഷഅബാൻ കുല്ലഹു കാന യസൂമു ഷഅബാൻ ഇല്ലാ ഖലീല. ഷഅബാൻ മാസത്തിലെ നോമ്പിനേക്കാൾ ധാരാളമായി മറ്റൊരു മാസത്തിലും അവിടുന്ന് നോമ്പുകാരനായി ഞാൻ കണ്ടെത്തിയില്ല. രണ്ടാമത്തെ ഹദീസാണ്. ഷഅബാൻ മാസത്തേക്കാൾ മറ്റു മാസങ്ങളിൽ അനുഷ്ഠിക്കുന്നതിനേക്കാളൊക്കെ കൂടുതലായി നോമ്പ് അനുഷ്ഠിക്കുന്നത് ഞാൻ പ്രവാചകനെ ഈ മാസത്തിൽ കണ്ടു. വളരെ കുറച്ച് ദിവസങ്ങൾ ഒഴികെ ഷഅബാൻ മുഴുവനായും അദ്ദേഹം നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. അപ്പൊ നോക്ക് നിങ്ങൾ ഈ ഹദീസിൽ വളരെ കുറച്ചൊഴികെ എന്ന് പറയുമ്പോൾ ഷഅബാനിൽ എന്താക്കിയിട്ടില്ല, മുഴുവനായിട്ടും അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് അനുഷ്ഠിച്ചിട്ടില്ല. ഈ ഹദീസിനെ സംബന്ധിച്ച് ഇമാം നബവി റഹിമഹുല്ലാഹ് പറയുന്നു, ഖാല നബി റഹിമഹുല്ലാഹ് വ ബയാൻ അന്ന ഖൗലഹ കുല്ല ഐ ഗാലിബ. പ്രവാചകന്റെ പത്നി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ എല്ലാം എന്ന അർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഴുവനായും എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗവും എന്നാണ് ഉദ്ദേശം. പക്ഷേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിപൂർണമായും ഒരു മാസം മുഴുവനായിട്ട് നോമ്പ് നോറ്റിരുന്നത് അതെപ്പോഴാ? അത് റമദാൻ മാസത്തിൽ മാത്രമാണ്. അതിന് തെളിവ് നമുക്ക് കാണാം. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല മാ സാമ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഷഹറൻ കാമിലൻ ഖത്തു ഗൈറ റമദാൻ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ ഒഴികെ മറ്റൊരു മാസവും പൂർണ്ണമായി നോമ്പ് നോറ്റിട്ടില്ല. അപ്പോ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഷഅബാൻ മുഴുവനായിട്ട് നോമ്പ് അനുഷ്ഠിക്കുക എന്ന അർത്ഥത്തിലല്ല, മറിച്ച്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷാബാൻ മാസത്തിൽ ധാരാളമായി നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്നാണ് ഹദീസിൽ പറയുന്നതും ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. അപ്പൊ രണ്ട് കാര്യം മനസ്സിലാക്കി. ഒന്നെന്താണ്? അള്ളാഹുലേക്ക് നമ്മുടെ കർമ്മങ്ങളെല്ലാം ഉയർത്തപ്പെടുന്ന, വർഷത്തിലെ മുഴുവൻ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ഷാബാൻ മാസം. രണ്ടാമത്തേതോ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി നോമ്പ് അനുഷ്ഠിച്ചിരുന്ന മാസമാണ് ഈ ഒരു ഷാബാൻ മാസം. ഈ രണ്ടെണ്ണം കൂടി ചേർത്തിക്കൊണ്ട് നമുക്ക് മൂന്നാമത്തെ മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അധികമായും ഷാബാൻ മാസത്തില് നോമ്പ് നോൽക്കാനുള്ള കാരണം? ഉസാമ ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ദാലിക ഷഹ്റുൻ യഗ്ഫുലു നാസു അൻഹു ബൈന റജബിൻ വ റമദാൻ. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. റജബിന്റെയും റമദാനിന്റെയും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധയിലാകുന്ന മാസമാണ് അഥവാ ഈ ഒരു ഷാബാൻ മാസം. ഇപ്പൊ നമ്മള് റജബ് മാസത്തെ കുറിച്ച് മനസ്സിലാക്കിയതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലും അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസിലും സല്ലല്ലാഹു അലൈഹി വസല്ലമ പവിത്രമാക്കിയ 4 മാസങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു മാസമാണ് റജബ് മാസം. സ്വാഭാവികമായിട്ടും വിശുദ്ധ ഖുർആൻ പവിത്രമാക്കിയതാണ്, ഹദീസിൽ പവിത്രമാക്കപ്പെട്ട മാസമാണ് റജബ് മാസം. ആ നിലയിൽ നമ്മുടെയൊക്കെ ജീവിതം മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് കുറെയൊക്കെ നന്നാക്കും. നമ്മൾ കുറെയൊക്കെ ഇബാദത്തൊക്കെ ചെയ്തും കുറെ സുന്നത്ത് കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ടും നമ്മൾ ഉപേക്ഷിച്ച പല കാര്യങ്ങളും, പല നന്മ കാര്യങ്ങളൊക്കെയും അനുഷ്ഠിച്ചുകൊണ്ടും ബഹുഭൂരിപക്ഷം വരുന്ന തെറ്റുകളും തിന്മകളും പാപങ്ങളും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് നാം റജബ് മാസത്തിൽ ജീവിക്കും. അത് സ്വാഭാവികം. കാരണം ആ മാസത്തിന് ഒരു പവിത്രത ഇസ്ലാം കൽപ്പിച്ചതാണ്. പക്ഷെ ഷാബാൻ മാസത്തിലോ ആ പവിത്രത കൽപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, പിന്നെ വരുന്ന റമദാനാണ്. അപ്പൊ റമദാനിലും റജബിനും ഇടയിലാണ്. റമദാൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും നോമ്പ് പിടിക്കും. അതൊരു ഒഴുക്കാണല്ലോ. ഖുർആൻ പാരായണവും ദുആകള്, ദിക്റുകള്, ഇഫ്താറുകള്, അങ്ങനെ അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ വലിയ ഒരു തൗഫീഖ് കൊണ്ട് നമ്മളെല്ലാവരും റമദാൻ മാസത്തിൽ വളരെ സജീവമായിട്ട് ഇബാദത്തുകൾ, ആരാധനാ കർമ്മങ്ങളിലൊക്കെ മുഴുകുന്നവരാണ്. നമ്മുടെ നാവിനെയും കണ്ണിനെയും നമ്മുടെ ചിന്തയും നമ്മുടെ പ്രവർത്തനങ്ങളെയും ഒക്കെ നമ്മൾ സൂക്ഷിച്ച് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ ആവശ്യമായ ഏതൊരു ചെറിയ കർമ്മം എവിടെയുണ്ട് എന്ന് തേടി പിടിച്ചുകൊണ്ട് ആ റമദാൻ മാസത്തെ സജീവമാക്കുന്നവരാണ് ഞാനും നിങ്ങളും ഒക്കെയും. പക്ഷെ ഷഅബാൻ മാസമോ അതങ്ങനെയല്ല. നമ്മൾ പലപ്പോഴും അശ്രദ്ധയിലായി പോകും. അപ്പോൾ അശ്രദ്ധയിലായി ഈ ഷഅബാൻ മാസത്തിൽ 1 മുതൽ അവസാനം വരെ അശ്രദ്ധയിൽ ഇങ്ങനെ ജീവിച്ച് പവിത്രത ഇല്ലാത്തൊരു മാസമായതുകൊണ്ട് ഖുർആൻ ഹദീസിൽ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയാത്തതുകൊണ്ട് നമ്മൾ എന്താക്കും, ഒരു ഷുഗലില്ല, ഒരു അശ്രദ്ധമായി നമ്മളങ്ങനെ ജീവിക്കുകയും പെട്ടെന്ന് ഷഅബാൻ കഴിഞ്ഞു, നിലാവ് കണ്ടു, റമദാൻ തുടങ്ങി, നമ്മൾ എന്താക്കും, പെട്ടെന്ന് റമദാനിലേക്ക് പ്രവേശിക്കും. അപ്പൊ എന്തില്ല, നമുക്ക് റമദാനിലേക്ക് പ്രവേശിക്കാനുള്ള ആ ഒരു ഉത്സാഹമോ ഒരു തയ്യാറെടുപ്പോ ഒരു മുന്നൊരുക്കമോ സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് അധികം ആളുകളും അശ്രദ്ധയിലാവുന്ന ഒരു മാസമാണ് ഈ ഷഅബാൻ മാസം. അതുകൊണ്ട് എന്തുണ്ട്, അതിനൊരു പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് അശ്രദ്ധയിലാകാൻ പാടില്ല. റമദാനിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ. ഷഅബാൻ കഴിഞ്ഞാൽ വരുന്നത് നമ്മുടെ ജീവിതത്തിലെ വളരെ വലിയ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ വലിയ ഒരു അനുഗ്രഹമായ വിശുദ്ധ ഖുർആനിന്റെ ഇറങ്ങലിന് പ്രാധാന്യം വഹിച്ചിട്ടുള്ള ബദർ യുദ്ധം പോലെയുള്ള യുദ്ധങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുള്ള, അങ്ങനെ ലൈലത്തുൽ ഖദറുള്ള പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന, അങ്ങനെ വളരെ വലിയ മഹനീയമായ മഹത്വമേറിയ ഒരു മാസം എന്ന നിലക്ക് നമ്മൾ റമദാൻ മാസത്തിലേക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പാടില്ല, കയറാൻ പാടില്ല. ഒരു മുന്നൊരുക്കം, ഒരു തയ്യാറ്, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയാണ് എന്തായത് ഈ ഷഅബാൻ മാസം ശ്രദ്ധിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു മാസത്തിന്റെ ഈ ഒരു പ്രത്യേകതയും ധാരാളമായി നോമ്പ് പിടിക്കണമെന്ന് പറഞ്ഞ കാര്യവും പല ആളുകളും അശ്രദ്ധയിലായി പോകുന്നു എന്ന് പറഞ്ഞ ഒരു കാര്യവും നിങ്ങൾ നോക്കിയേ. സൂറ അൽ-അംബിയായിലെ 9-ാമത്തെ ആയത്തിൽ കാണാം, വിശ്വാസിയുടെ ഗുണമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു വലിയ ക്വാളിറ്റിയാണത്. നമുക്കൊക്കെ ആ ഗുണം ഉണ്ടായിരിക്കണം. അള്ളാഹു ആ ഗുണമില്ല എങ്കിൽ ആ ഗുണം നേടാനുള്ള തൗഫീഖ് പറയുന്ന എനിക്കും കേൾക്കും നിങ്ങൾക്കും ഒക്കെയും പടച്ചവൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താണ് ആ തൗഫീഖ്? ഫസ്തജബ്നാ ലഹു വവഹബ്നാ ലഹു യഹ്യ വഅസ്ലഹ്നാ ലഹു സൗജഹു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു,
സക്കരിയ പ്രവാചകന്റെ ചരിത്രം, ആ സക്കരിയ പ്രവാചകന്റെ ഭാര്യയെ സംബന്ധിച്ച് പറഞ്ഞു. അവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല സമ്മാനമായി നൽകിയ യഹ്യ പ്രവാചകനെ കുറിച്ചൊക്കെ പറഞ്ഞു നമ്മൾ, അല്ലെ? അങ്ങനെ ജീവിതത്തിൽ ഒരു വലിയ നിഅമത്ത് അവർക്ക് കിട്ടാതിരുന്ന, റബ്ബ് സുബ്ഹാനഹു വ തആല താൽക്കാലികമായി തടഞ്ഞു വെച്ച, അവരെപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന, അവരുടെ ജീവിതത്തിൽ അത്യാവശ്യമായിരുന്ന ഒരു കുഞ്ഞിനെ ലഭിക്കാനുള്ള ഒരു വലിയ ആഗ്രഹം, അവർ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ദമ്പതികളാണ് പിന്നെ സക്കരിയ നബി അലൈഹി സ്വലാമും സക്കരിയ പ്രവാചകന്റെ ഭാര്യയും. അങ്ങനെ അവരുടെ സ്വപ്നം നിറവേറ്റപ്പെടുന്നത്, ആഗ്രഹം റബ്ബ് സുബ്ഹാനഹു വ തആല നിവർത്തി കൊടുക്കുന്നത് എങ്ങനെയായിരുന്നു? ആ ആയത്തിൽ തന്നെ പറയുന്നു, നാം അദ്ദേഹത്തിന്റെ ഭാര്യയെ നന്നാക്കി കൊടുത്തു. എന്തുകൊണ്ടാണ് ഈ പ്രസവിക്കാത്ത ഭാര്യയെ പ്രസവിക്കുമാറ് റബ്ബ് സുബ്ഹാനഹു വ തആല മാറ്റത്തിന് വിധേയമാക്കിയത്? അതിന് കാരണം ഇന്നഹും കാനി യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ നന്മകളിൽ മുന്നേറുന്നവരായിരുന്നു. പ്രിയമുള്ളവരെ, നന്മയിൽ മുന്നേറിക്കൊണ്ടുള്ള ജീവിതമാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ അത് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുമെന്നതിന് ഏറ്റവും വലിയ തെളിവാണ് സക്കരിയ പ്രവാചകനിക്കും പ്രവാചകന്റെ ഭാര്യക്കും ഒരു സന്താനത്തെ കൊടുത്തത്. നമുക്കൊക്കെ ജീവിതത്തിൽ എത്രമാത്രം സ്വപ്നങ്ങളുണ്ട്, എത്രമാത്രം ആഗ്രഹങ്ങളുണ്ട്. പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളിലൂടെ ഒക്കെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? അപ്പൊ അത്തരം ജീവിതത്തിലൂടെ മുന്നോട്ട് പോകും. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്താണത്? യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മയിൽ നമുക്ക് മുന്നേറുവാൻ സാധിക്കണം. എന്നിട്ടോ അവര് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. എങ്ങനെ പ്രാർത്ഥിക്കുന്നവരായിരുന്നു? അവർ നമ്മോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. റഅബൻ വറഹബ, വളരെ പ്രത്യാശയോടുകൂടി ഭയപ്പാടോടുകൂടി അവർ നമ്മോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. വകാനൂ ലനാ ഖാശിഈൻ, അവർ നമ്മോട് കീഴൊതുങ്ങുന്നവരായി ജീവിച്ചവരായിരുന്നു. നമ്മൾ ഈ ആയത്തിലൂടെ പറയാൻ കാരണം, നമ്മുടെ പ്രാർത്ഥനകള് പ്രതീക്ഷയോടുകൂടി ഭക്തിയോടുകൂടി നന്മയിൽ മുന്നേറാനുള്ള ഒരു മനസ്സോടുകൂടി ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നടത്തി തരുമെന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പോ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഈ മാസത്തെ ജീവിതം ഇതുപോലെ ആയിരിക്കണം. യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മയിൽ പരമാവധി മുന്നേറുകയും അള്ളാഹുവിനോട് പ്രത്യാശയോടുകൂടി ആഗ്രഹത്തോടുകൂടി ഭയഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? ഈ മാസത്തെ സജീവമാക്കുകയും അതേപോലെ തന്നെ ഈ മാസം കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് റമദാനിലേക്ക് കടക്കാതെ ഒരു മുത്തഖിയുടെ കറകളഞ്ഞ ഭക്തന്മാരുടെ മനസ്സോടുകൂടി പാവപങ്കിലമായ ഹൃദയത്തോടുകൂടി പരിശുദ്ധമായ ഒരു നഫ്സോടുകൂടി നമുക്ക് എല്ലാവർക്കും റമദാനിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കണം. നിങ്ങൾ നോക്കിയേ, നമ്മൾ സുന്നത്ത് നമസ്കാരത്തെ സംബന്ധിച്ച് നമുക്കറിയാം, സുന്നത്ത് നമസ്കാരം റവാത്തിബ് സുന്നത്തുണ്ട്, അല്ലാത്ത സുന്നത്തൊക്കെ ഉണ്ട്, അല്ലെ? സുന്നത്ത് നമസ്കാരം ഫർളിൽ വരുന്ന വീഴ്ചകളൊക്കെ പുറത്ത് മാപ്പാക്കി തരാൻ വേണ്ടിയാണല്ലോ സുന്നത്ത് നമസ്കാരം ഒക്കെ നമ്മൾ സാധാരണ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വേറെ ഹിക്മത്തും കൂടി പണ്ഡിതന്മാർ പറയുന്നുണ്ട്. സുന്നത്ത് നമസ്കാരം നിർവഹിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? പിന്നെ ഫർദിലേക്ക് കടക്കുകയാണ്, അല്ലെ? അപ്പൊ സുന്നത്ത് നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഈ ഫർദിനെ കുറിച്ച് ചിന്ത കടന്നു വരികയാണ്. ഞാനിപ്പോ ളുഹറിന് മുമ്പുള്ള 4 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നമസ്കരിച്ചു, ഖുശൂ ഉണ്ട്, ഭക്തിയുണ്ട്, നല്ല നിയ്യത്തുണ്ട്, നല്ല ഇഖ്ലാസ് ഉണ്ട്, നന്നായിട്ട് പ്രാർത്ഥിച്ചു. നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും ളുഹറാവുന്ന ഫർദ് നമസ്കാരത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ ആവശ്യമായ ഒരു സന്നദ്ധമായിട്ടുള്ള ഒരു മനസ്സും ഒരു ശരീരവും നമ്മൾ പാകപ്പെടുത്തി കഴിഞ്ഞു. അങ്ങനെ റവാത്തിബ് സുന്നത്ത് 4 റക്അത്ത് നമസ്കരിച്ചു, സലാം വീട്ടിയിരിക്കുന്നു. പള്ളിയിൽ ഇമാമ് പുരുഷന്മാരാണെങ്കിൽ ജമാഅത്ത് നമസ്കരിക്കുന്നു, പള്ളിയിൽ ഇമാമ് ഇഖാമത്ത് കൊടുക്കുന്നു, പിന്നെ മുഅദ്ദിൻ ഇഖാമത്ത് കൊടുക്കുന്നു. നമ്മൾ നേരെ എന്താക്കുന്നു? ആ ഫർദ് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നു. നമ്മൾ ഒരിക്കലും ഫർദിലേക്ക് നേരിട്ട് പ്രവേശിക്കലല്ല, മറിച്ച് എന്താണത്? സുന്നത്ത് കർമ്മം നിർവഹിച്ചതിന് ശേഷമാണ് നമ്മൾ ഫർദിലേക്ക് കടക്കുന്നത്. എന്ന പോലെ തന്നെയാണ് ഷഅബാനിലെ ഈ ദിക്റുകള്, ദുആകള്, ഈ പ്രാർത്ഥന, പിന്നെ മറ്റു ഇബാദത്തുകള്, മറ്റു സൽക്കർമ്മങ്ങൾ, ഇതെല്ലാം ചെയ്ത് ആ മാസത്തെ സജീവമാക്കുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? റമദാനിനെ നമുക്ക് വളരെ സജീവമായി ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ഹിക്മത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം. അതിന്റെ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മള് സാധാരണ നമുക്കൊക്കെ അറിയാം,
ഈ രാവിലെയുള്ള പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ വൈകുന്നേരം നടത്തേണ്ട പ്രാർത്ഥനകൾ, നമസ്കാരത്തിൽ പ്രത്യേകിച്ച് നടത്തേണ്ട ദുആകൾ, നമസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ ഒക്കെ നമുക്കറിയാം. എന്നാല് നമ്മളിതൊക്കെ സജീവമായിട്ട് എപ്പോഴാണ് ചെയ്യുന്നത്? സ്വാഭാവികമായിട്ടും റംസാൻ മാസം വരുമ്പോഴാണ്. പല ആളുകളും ഒരിക്കലും ഈ റംസാനിൽ ആളുകൾ പള്ളിയിലേക്ക് വരുന്നതിനെയും വളരെ ക്രിയാത്മകമായി സജീവമായി ഇബാദത്തിലൊക്കെ ഏർപ്പെടുന്നത് കാണുമ്പോൾ നമ്മൾ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല. ചില ആളുകൾ കാണാം, ഓ പള്ളി റംസാനായി, ആളുകൾ പള്ളിയിലേക്ക് ഇതുവരെക്കും കാണാത്ത ആളുകൾ പള്ളിയിലേക്ക് വന്നു തുടങ്ങി. നമുക്കൊക്കെ ഫസ്റ്റ് സഫിൽ ഇതുവരെക്കും ഷാബാൻ വരെയും ഒക്കെ പള്ളിയിൽ ഫസ്റ്റ് സഫിൽ സ്ഥലം കിട്ടിയിരുന്നു. റംസാൻ ആയപ്പോഴോ നമുക്ക് സ്ഥലം കിട്ടുന്നില്ല. നമ്മൾ കാണാത്ത പല ആളുകളും പള്ളിയിലേക്ക് കടന്നു വന്നിട്ട് സ്ഥലം കൈയടക്കി വെച്ചിരിക്കുന്നു എന്നുള്ള ഒരു വർത്തമാനമോ ഒരു ചിന്തയോ നമ്മുടെ മനസ്സിൽ ഒരിക്കലും, സത്യവിശ്വാസം നാവിൽ നിന്നും ഒരിക്കലും അത്തരം വർത്തമാനം വരാനേ പാടില്ല. കാരണം അള്ളാഹു അവർക്ക് നൽകുന്ന തൗഫീഖാണ്. അതിലൂടെ ആളുകൾ നന്നായി ആ ഒരു പാലത്തിൽ കയറി ഇങ്ങനെ മുന്നോട്ട് പോയി അവരുടെ ജീവിതം, ബാക്കിയുള്ള ജീവിതം ഒക്കെ സജീവമാക്കാനുള്ള തൗഫീഖ് റബ്ബ് നൽകി കഴിഞ്ഞാൽ അത് വലിയ സൗഭാഗ്യം തന്നെ. അപ്പൊ നമ്മൾ ഒരിക്കലും റമദാനിലേക്ക് പുതുതായി പ്രവേശിക്കുന്ന ആളുകളെ ഒരിക്കലും പരിഹസിക്കാൻ പാടില്ല. അത് പറയാൻ കാരണം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഇതുവരെക്കും നടത്താത്ത കുറെ പ്രാർത്ഥനകളുണ്ട്. നമ്മുടെ കയ്യിലൊക്കെ ഇസ്ലാം മുസ്ലിം പ്രാർത്ഥന ദിക്റിന്റെ ഒക്കെ പുസ്തകങ്ങളുണ്ട്, അല്ലെ? പക്ഷേ അതൊന്നും നമ്മൾ പലപ്പോഴും ഒരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ആളുകളായിരിക്കില്ല. പ്രവാത്തിവ് സുന്നത്ത് നമസ്കാരങ്ങൾ കണ്ടിന്യൂസ് ആയി ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല. പക്ഷേ അത് റംസാനിലൂടെ ഉള്ള ഒരു പ്രവേശനം, റംസാൻ വരുന്നതോടുകൂടി നമ്മളത് ചെയ്തുകൊണ്ടിരുന്നാൽ എന്താവും? അള്ളാഹുവിന്റെ ഒരു തൗഫീഖ് കൊണ്ട്, നമ്മുടെ പ്രാർത്ഥന കൊണ്ട്, നമ്മുടെ ആത്മാർത്ഥമായ മനസ്സിന്റെ തേട്ടം കൊണ്ട് അത് തുടർന്നുള്ള ജീവിതത്തിൽ നമുക്ക് നിലനിർത്തുവാൻ സാധിക്കും. അപ്പൊ ആ റംസാൻ തുടങ്ങുമ്പോൾ തന്നെ അത് ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഈ റംസാൻ വരുന്നതിന് മുമ്പ് ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ഒന്ന് ചെയ്ത്, ഒന്ന് മനസ്സിലാക്കി, ഒന്ന് പഠിച്ച്, അത് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളുമായിട്ടായിരിക്കണം ഈ ഒരു മാസത്തെ നമ്മൾ സജീവമാക്കേണ്ടത്. ഇതൊക്കെ സുന്നത്താണ്. ഇതൊക്കെ പ്രവാചക സ്വല്ലല്ലാഹു കാണിച്ചു തന്ന കാര്യങ്ങളാണ്. സലഫുകളും സ്വഹാബികളും ഒക്കെയും നമുക്ക് കാണിച്ചു തന്ന, അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ വളരെ പ്രതിഫലം കിട്ടുന്ന അമൽ സ്വാലിഹാത്തുകളാണ്. അതൊക്കെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതോടൊപ്പം ഈ ആളുകൾക്ക് വിദേഹത്ത് ചെയ്യാൻ വളരെ താല്പര്യമാണ്. കാരണം നമ്മൾ സഹതാപം അത്തരം ആളുകളോടൊക്കെ. കാരണം ഈ വിദേഹത്ത് ചെയ്യുമ്പോൾ അവരൊരിക്കലും ഇതൊരു തെറ്റാണെന്നുള്ള ഒരു കോൺസെപ്റ്റോട് കൂടിയല്ല പല ആളുകളും വിദേഹത്ത് ചെയ്യുന്നത്. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണ്, അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിയാണ്, അള്ളാഹുവിന്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയാണ്, ഒക്കെ കിട്ടാൻ വേണ്ടിയാണല്ലോ. പക്ഷേ വിദേഹത്ത് നമ്മുടെ കർമ്മങ്ങളെ മുഴുവനും പൊളിച്ചു കളയുന്ന ഒരു കാര്യമാണ്. മതത്തിൽ എല്ലാ വഴികേടിന്റെയും മാർഗം അത് അവസാനിക്കുന്നത് നരകത്തിലായിരിക്കും. അത് പറഞ്ഞു വരാം ഒരു കാര്യം പറഞ്ഞുകൊണ്ട്. പരലോകത്ത് നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ അടുക്കൽ ഹാജരാക്കപ്പെട്ടതിന് ശേഷം ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങി കുടിക്കുന്ന സന്ദർഭത്തിൽ കുറച്ച് ആളുകളെ മാറ്റി നിർത്തപ്പെടുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഉമ്മത്താണ്, മുസ്ലിങ്ങളാണ്, ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പൊ ചോദിക്കും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു എന്താണ്, എൻ്റെ ഉമ്മത്താണല്ലോ, എന്താണ് അവരിങ്ങനെ മാറ്റി നിർത്തിയിട്ടുള്ളത്? ബാക്കി എല്ലാവരും എൻ്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കുന്നുണ്ടല്ലോ. അന്നേരം അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറുപടി ഉണ്ട്, പ്രവാചകരെ, താങ്കൾക്ക് ശേഷം, താങ്കൾ മരിച്ച് ഇവിടെ വന്നതിന് ശേഷം താങ്കൾ പഠിപ്പിച്ച ഈ മതത്തിൽ താങ്കൾ പഠിപ്പിക്കാത്ത പല കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് നല്ലതല്ലേ, പ്രതിഫലം കിട്ടുന്ന കാര്യമല്ലേ, റബ്ബിന് ഇഷ്ടമുള്ള വിഷയമല്ലേ എന്നൊക്കെ പറഞ്ഞും വിശ്വസിച്ചും പ്രചരിപ്പിച്ചും ജീവിതത്തിൽ ഉൾക്കൊണ്ടും മുന്നോട്ട് പോയ ജനങ്ങളാ. അതുകൊണ്ട് വിദഗ്ധത്ത് ചെയ്ത ആളുകൾക്ക് താങ്കളിൽ നിന്നും വെള്ളം കിട്ടുകയില്ല എന്ന് പറഞ്ഞിട്ട് ദൂരത്തേക്ക് മാറ്റി നിർത്തുന്ന ഒരു സംഭവം നാളെ പരലോകത്ത് വരാനിരിക്കുന്നു. അത് പറയാൻ കാരണം, ഷഅബാനുമായി ബന്ധപ്പെട്ട് നമ്മുടെയൊക്കെ സമൂഹത്തിൽ കാണുന്ന ധാരാളക്കണക്കിന് ബിദ്അത്തുകൾ, പുത്തനാചാരങ്ങൾ, പ്രവാചകൻ പഠിപ്പിക്കാത്ത പല കാര്യവും കാണുവാൻ സാധിക്കും. അതിൽപ്പെട്ട ഒന്നാണ് ഷഅബാൻ 15-ന് പ്രത്യേകമായുള്ള ചില നോമ്പുകൾ. ബറാഅത്ത് നോമ്പെന്നാണ് സാധാരണ പറയുന്നത്. വീടൊക്കെ വൃത്തിയാക്കാം, വീട് കഴുകാം, വൃത്തിയാക്കാം, പൊടിപടലം ഒക്കെ നമുക്ക് മാറ്റാം, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ അതൊരു ഷഅബാൻ 15-ന് അങ്ങനെ പ്രവർത്തനം ചെയ്യണമെന്നുള്ള നിയത്ത് നമുക്ക് ഉണ്ടാകാൻ പാടില്ല.
അതുപോലെ തന്നെ ഷഹബാൻ 15-ന്റെ അന്ന് പ്രത്യേകമായ നോമ്പ്, ബറാഅത്ത് എന്ന പേരിൽ ഒരു നോമ്പ്, അത് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമോ പിടിക്കുകയോ പ്രവാചകൻ പഠിപ്പിക്കുകയോ പ്രവാചകന്റെ സ്വഹാബിമാർ അത് അനുഷ്ഠിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നാലോ ഈ ഷഹബാൻ 15-ന്റെ അന്ന് ഒരു തിങ്കളാഴ്ചയാണെങ്കിലോ സൗണ്ട് കുറവാണ്. ഷഹബാൻ 15-ന്റെ അന്ന് നമ്മൾ ഈ പറയപ്പെട്ട തിങ്കളാഴ്ചയാണെങ്കിൽ അന്ന് തിങ്കളാഴ്ച നോമ്പ് പിടിക്കാം. ഷഹബാൻ 15-ന്റെ നോമ്പാണ് വിചാരിച്ചിട്ടില്ല, തിങ്കളാഴ്ച നോമ്പാണ്. പിന്നെ ഷഹബാൻ 15 വ്യാഴാഴ്ച ആണെങ്കിലോ നമുക്ക് അന്നും നോമ്പ് പിടിക്കാം, അത് വിരോധമൊന്നുമില്ല. കണ്ടിന്യൂസ് ആയി ഒരാൾ ഷഹബാൻ നോമ്പ് പിടിക്കുന്നുണ്ടെങ്കിൽ ആ ഷഹബാൻ 15-ന്റെ നോമ്പ് പിടിക്കാം. അതല്ലാതെ ഷഹബാൻ ഒരു നോമ്പും പിടിക്കാതെ ബറാഅത്തിന്റെ നോമ്പ് എന്ന നിലക്ക് ഒരു നോമ്പ് അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടില്ല. തിങ്കളാഴ്ച ആണെങ്കിൽ പിടിക്കാം, വ്യാഴാഴ്ച ആണെങ്കിൽ പിടിക്കാം. അയ്യാമുൽ ബീദ് 13, 14, 15 അതൊക്കെ ഷഹബാൻ മാസത്തിൽ കടന്നു വരികയാണല്ലോ. ആ നിലക്ക് നമുക്ക് എന്ത് ചെയ്യാം, പിടിക്കുക എന്നല്ലാതെ ഷഹബാൻ 15-ന്റെ അന്ന് പ്രത്യേകമായ നോമ്പോ പ്രത്യേകമായ പ്രാർത്ഥനയോ പ്രത്യേകമായ ദിക്റുകളോ അതൊന്നും അള്ളാഹുവിന്റെ പ്രവാചകൻ ദീനിൽ നമ്മെ പഠിപ്പിച്ച കാര്യമല്ല. നോക്ക് നിങ്ങൾ, ഇദാ കാനത്ത് ലൈലത്തു നിസ്ഫു മിൻ ശഅബാൻ ഫഖൂമു ലൈലഹ വസൂമു നഹാറഹ. ഒരു ലൈഫായ ഹദീസാണ്. ഷഅബാൻ 15 ആയാൽ അഥവാ 15-ന്റെ അന്ന് നിങ്ങൾ നിന്ന് നമസ്കരിക്കുകയും അതിന്റെ പകൽ നിങ്ങൾ നോമ്പ് പിടിക്കുകയും ചെയ്യുക. ഒരു ഹദീസാണ്. ഇബ്നു മാജയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഹദീസ് മൗദൂ എന്ന് പറയുന്നത് പ്രവാചകന്റെ മേൽ കെട്ടിച്ചമക്കപ്പെട്ട ഹദീസാണ്. അതുകൊണ്ട് ഹദീസ് തള്ളപ്പെടേണ്ട ഹദീസാണ്. ഷഅബാൻ 15-ന്റെ അന്ന് ഒരു സുന്നത്ത് നോമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടില്ല. രണ്ട്, ഷഅബാൻ 15 അന്ന് കാണുന്ന വേറൊരു സംഭവമാണ് സ്വലാത്തുൽ അൽഫിയ എന്ന് പറഞ്ഞാല് ഷഅബാൻ 15-ന്റെ രാവിലെ സ്വലാത്തുൽ അൽഫിയ എന്ന നമസ്കാരം, അത് പ്രമാണവുമായി ഒരു ബന്ധവുമില്ലാത്ത, പ്രവാചകൻ പഠിപ്പിക്കാത്ത നമസ്കാരമാണ്. അത് ബിദ്അത്ത് നമസ്കാരമാണ്. ഷഅബാൻ 15-ന്റെ അന്ന് 100 റക്അത്താണ് മാക്സിമം നമ്മൾ നമസ്കരിക്കുന്നത്. റമദാനിലാണ്. റമദാൻ നമസ്കാരത്തെക്കാൾ വലിയ റക്അത്തുള്ള നമസ്കാരം വേറൊന്നുമില്ല. മാക്സിമം അതാണ് ഒരു നമസ്കാരം. പക്ഷെ ഇത് അങ്ങനെയല്ല. ഈ അൽഫിയ എന്ന നമസ്കാരം 100 റക്അത്ത് നമസ്കരിക്കുകയും ഓരോ റക്അത്തിലും 10 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രത്യേക നമസ്കാരമാണ് സ്വലാത്തുൽ അൽഫിയ എന്ന് പറയുന്ന ബിദ്അത്തായ, ദീനിൽ തെളിവില്ലാത്ത ഈ നമസ്കാരം. ഈ നമസ്കാരത്തെ കുറിച്ച് ഇമാം നവവി റഹിമഹുല്ലാ പറയുന്നു, സ്വലാത്തുർ റഗായിബ് എന്നറിയപ്പെടുന്ന, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, റജബ് മാസത്തിൽ നമസ്കരിക്കുന്ന ഒരു നമസ്കാരമാണ്. അത് ബിദ്അത്താണ്, നമസ്കാരം അങ്ങനത്തെ ഇല്ല. ആ സ്വലാത്തുർ റഗായിബ് എന്ന് പറയുന്ന നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിച്ച് കിട്ടാൻ വേണ്ടിയുള്ള റജബിലെ നമസ്കാരം, അതായത് റജബ് മാസത്തിലെ ആദ്യത്തെ ജുമുഅ ദിവസം, റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം മഗ്‌രിബിനും ഇശാക്കും ഇടയിൽ നമസ്കരിക്കുന്ന 12 റക്അത്ത് നമസ്കാരമാണ് സ്വലാത്തു റഗായിബ്. അതുപോലെയാണ് ഷഅബാൻ 15-ന്റെ അന്ന് നമസ്കരിക്കുന്ന 100 റക്അത്ത് ഉള്ള ഈ നമസ്കാരം. ഈ രണ്ട് നമസ്കാരം, സ്വലാത്തു റഗായിബും സ്വലാത്തു അൽഫിയയും, അത് രണ്ടും എന്താണ്? അത് ബിദ്അത്താണ്, തള്ളപ്പെടേണ്ടതാണ്. ദീനിൽ ഒരു സ്ഥിരതയുമില്ലാത്ത, പ്രവാചകന്റെ മേൽ കെട്ടിച്ചമക്കപ്പെട്ട ഹദീസാണ് എന്നാണ് ഈ ഹദീസ് സംഭവത്തെ കുറിച്ചൊക്കെ പണ്ഡിതന്മാരൊക്കെ നമ്മെ പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് നിർത്തുകയാണ്. ഈ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മുടെ കർമ്മങ്ങൾ, ഒരു വർഷത്തെ കർമ്മങ്ങൾ പ്രിയമുള്ളവരെ, അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു മാസമാണ് ഈ ഷഅബാൻ മാസം. അപ്പൊ റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്ന കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏത് കർമ്മമായിരിക്കണം ഉണ്ടാകേണ്ടത്? നന്മകളായിരിക്കണം. നല്ല വർത്തമാനങ്ങൾ, നല്ല നല്ല ചിന്തകൾ, നല്ല നല്ല പ്രവർത്തനങ്ങൾ. സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഇടപെടുന്ന സന്ദർഭത്തിൽ അനാവശ്യമായ ഇടപെടലുകളും അനാവശ്യമായ ഷെയറിങ്ങും അനാവശ്യമായ വാക്കുകളും ചീത്ത വർത്തമാനങ്ങളും അതൊന്നും നമ്മൾ ഒരിക്കലും പാടില്ല. പ്രത്യേകിച്ച് ഈ പറയപ്പെടുന്ന ദിവസങ്ങളിൽ, മാസങ്ങളിൽ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. മാക്സിമം അള്ളാഹുലേക്ക് അടുക്കുവാൻ ആവശ്യമായ, അത് ചെറിയ കർമ്മമാണെങ്കിൽ പോലും നിർവഹിച്ചുകൊണ്ടായിരിക്കണം ഈ മാസത്തെ സജീവമാക്കേണ്ടത്. രാവിലെയുള്ള പ്രാർത്ഥനകള്, ദിക്റുകള്, രാത്രിയിലെ പ്രാർത്ഥനകള്, ദിക്റുകള്, ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥനാ ദിക്റുകള്, ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴുള്ള പ്രാർത്ഥനാ ദിക്റുകള്, ഖുർആൻ പാരായണങ്ങൾ, അങ്ങനെ നമ്മളെ കൊണ്ട് എന്തൊക്കെയാണോ ചെയ്യാൻ സാധിക്കുന്നത് അതെല്ലാം ചെയ്ത്
ഈ മാസത്തെ സജീവമാക്കുമ്പോൾ അതെന്താണ് സംഭവിക്കുന്നത്? അള്ളാഹുലേക്ക് നമ്മുടെ കർമ്മങ്ങളെല്ലാം ഇങ്ങനെ ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തഖ്വ അത് നമ്മൾ ഒന്നും കൂടി നമ്മളത് നന്നാക്കി കൊണ്ടുവരികയും നമ്മുടെ ഈമാനിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മ സംഭവിച്ചു പോകുന്നുവെങ്കിൽ അത് പരിഹരിക്കുകയും മെച്ചപ്പെട്ട ഒരു മനുഷ്യനായി, മെച്ചപ്പെട്ട മനസ്സിന്റെ ആളുകളായി, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എത്രയോ സുന്നത്തുകളുണ്ട്, അതെല്ലാം ജീവിതത്തിൽ പരമാവധി നമ്മൾ എടുത്തുകൊണ്ട് വിദുഗത്തുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് റബ്ബിന് ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഈ മാസത്തെ സജീവമാക്കി പെട്ടെന്ന് റംസാനിലേക്ക് കടക്കുന്ന ഒരാളായി നമ്മൾ ഒരിക്കലും മാറാൻ പാടില്ല. ഈ ഷാബാൻ ഇങ്ങനെ അഫലത്തായി അശ്രദ്ധമായി കിടന്നാക്കാണ്ടില്ല. എന്താ സംഭവിക്കാന്ന് പറയുമ്പോ ഷാബാൻ അവസാനമാകുമ്പോൾ പെട്ടെന്ന് റംസാന്റെ നിലാവ് കണ്ടു, അന്ന് നോമ്പാണ്, പെട്ടെന്ന് ഓടിപ്പാഞ്ഞ് സാധനങ്ങളൊക്കെ വാങ്ങി മനസ്സിൽ നിന്ന് ഇങ്ങനെ വിചാരിച്ച് നോമ്പ് തുടങ്ങി. അങ്ങനെ ആകാൻ പാടില്ല. നമ്മളൊരു ഒരുക്കത്തോടു കൂടി, സത്യവിശ്വാസം എപ്പോഴും ഒരു എന്താണ് പറയാ, ഒരു ഇസ്സത്ത് ഉണ്ടായിരിക്കണം, അവനിക്ക് ഒരു ഒരുക്കം ഉണ്ടായിരിക്കും, ഒരു മുന്നൊരുക്കം വേണം. എല്ലാം പെട്ടെന്ന് ഇങ്ങനെ പറയും. ഈ മരണത്തെക്കുറിച്ച് പോലും പറഞ്ഞല്ലോ, പെട്ടെന്നുള്ള മരണം, തുജാരത്ത്, പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് രക്ഷ ചോദിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്നുള്ള ശിക്ഷയിൽ നിന്ന് രക്ഷ ചോദിക്കാണ് പറഞ്ഞിട്ട്. പെട്ടെന്നുള്ള ഒരു പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രിപ്പറേഷൻ വേണം നമ്മുടെ ജീവിതത്തിൽ, ഒരു അടുക്കും ചിട്ടയും വേണം. നാളെ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നതിനെ കുറിച്ച് ഇന്നേ പ്ലാൻ ചെയ്യണം. ബാക്കിയൊക്കെ അള്ളാഹുലാണ്. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, വൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്. ഒരു കാര്യം നീ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫതവക്കൽ അലല്ലാഹ്, അള്ളാഹു തവക്കുൽ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തവക്കുൽ ചെയ്യുന്നവനെ ഇഷ്ടപ്പെടും അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു തവക്കുൽ, അള്ളാഹുവേ ഞാൻ ഇങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്, ഇങ്ങനെ കുറെ കാര്യം കേട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്രയോ ഷാബാൻ കടന്നുപോയി. ആ ഷാബാനൊക്കെ വ്യത്യസ്തമായിട്ട് അൽഹംദുലില്ലാഹ് പഠിച്ചവനെ ഒരു പുതിയ മനുഷ്യനായി, ഒരു പുതിയ മനസ്സിന്റെ ആളായി, ഒരു പുതിയ വിശ്വാസിയായി, തഖ്വയും അമലു സ്വാലിഹാത്തും ഈമാനും ഇഖ്ലാസും ഒക്കെ ഈ മാസത്തിൽ ഫുൾ എനർജറ്റിക് ആയിട്ട്, ഫുൾ സന്തോഷവാനായിട്ട്, സങ്കടങ്ങളും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ജീവിതത്തിന്റെ പാർട്ടാണ്. ഞാൻ പോയി പറഞ്ഞു, നമ്മള് ഈ ഭക്ഷണം, ഈ വിശപ്പ് ജീവിതത്തിന്റെ പാർട്ടാണ്. നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, വിശപ്പ് നമുക്ക് ജീവിതത്തിന്റെ പാർട്ടാണ്, അല്ലെ? ആ പാർട്ട് പോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ. നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന കുറെ റിയാലിറ്റി ഉണ്ടല്ലോ, ആ റിയാലിറ്റി പോലെ തന്നെ ജീവിതത്തിൽ പരീക്ഷണം. ഇന്ന് കുറെ സന്തോഷമായിരിക്കും, ഇന്ന് നാളെയൊക്കെ സന്തോഷമായിരിക്കും, മറ്റന്നാൾ ചിലപ്പോൾ ദുഃഖവും സങ്കടവും ഒക്കെ ആയിരിക്കും. അതൊക്കെ മാറിക്കിട്ടാൻ, സങ്കടം മാറിക്കിട്ടൂല, ദുഃഖം മാറിക്കിട്ടൂല, പരീക്ഷണം മാറിക്കിട്ടൂല. പക്ഷെ എന്തായി, ഇതൊക്കെ ഓവർകം ചെയ്യാൻ നമുക്ക് പറ്റിയൊരു മാസമാണ് ഈ പറയപ്പെടുന്ന ഈ ഷാബാൻ മാസം. അതുകൊണ്ട് എല്ലാറ്റിനും അതിജയിക്കാൻ പറ്റിയ ഒരു മാസം എന്ന നിലക്ക് നമ്മൾ ഈ മാസത്തെ കാണണം. റംസാനിലേക്ക്, ഞാൻ ആവർത്തിച്ചു പറഞ്ഞ, റംസാനിലേക്ക് പെട്ടെന്ന് കടന്നു പോകാതെ നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കാൻ, ജീവിതം നന്നാക്കാൻ, ഒന്നും കൂടി നന്നായി അള്ളാഹുവിലേക്ക് അടുക്കുവാൻ പറ്റിയ ഒരു മാസമായി, എല്ലാത്തിനെയും എല്ലാ പരീക്ഷണങ്ങളെയും ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു മാസം റംസാനാണ്. അതിനു മുമ്പുള്ള ഈ മാസത്തെ പരിപൂർണ ഒരു സന്തോഷത്തോടു കൂടി നാം സ്വീകരിക്കുകയും കർമ്മങ്ങൾ പരമാവധി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വാസിയുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരും ഉൾപ്പെടാൻ വേണ്ടി നമ്മോട് പ്രാർത്ഥിക്കണം. തൗഫീഖാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രണ്ട് നിഅമത്ത് നമുക്ക് ഉണ്ടാകണം. ഒന്ന് നിഅമത്തുൽ അമൽ, മറ്റേ നിഅമത്തുൽ തൗഫീഖ്. ഒന്ന് നിഅമത്തുൽ അമൽ, നമ്മൾ നിഅമത്ത് ചെയ്യുക എന്നുള്ളത് ഒരു തൗഫീഖാണ്. നമ്മളിപ്പോ മഗ്‌രിബ് നിസ്കരിച്ചു, അത് റബ്ബ് നമുക്ക് നൽകിയ തൗഫീഖാണത്. മറ്റേന്താണ് നിഅമത്തുൽ തൗഫീഖ്? നിഅമത്തുൽ അമലാണ്, ഒരു അമല് ചെയ്യാനുള്ള നിഅമത്താണ്. തൗഫീഖ് എന്താണ്? അമല് ചെയ്യാനുള്ള ടെൻഡൻസി, ഒരു ആഗ്രഹം, ഒരു പൂതി, ഒരു ഇഷ്ടം നമുക്ക് ഉണ്ടാകണം. അത് നിഅമത്ത് തൗഫീഖാണ്. അപ്പൊ ആ തൗഫീഖ് നമുക്ക് കിട്ടുകയും വേണം. ആ തൗഫീഖിന് വേണ്ടിയാണ് ഈ ഒരു മാസത്തെ നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടത്. ഞാൻ വിഷയം ഒന്ന് മൊത്തത്തിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഒരു പ്രിപ്പറേഷൻ ആണ് ശരിക്കും പറഞ്ഞാല് ഈ പറയപ്പെട്ട ഈ ശഅബാൻ മാസം. അതുകൊണ്ട് അതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുതിയ റംസാനിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ എന്തൊക്കെ കാര്യങ്ങളാണോ അതെല്ലാം ഈ മാസത്തിൽ നേടാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള മനസ്സുകളുടെ ഉടമയായി ജീവിക്കാൻ, റംസാനിലേക്ക് സന്തോഷത്തോടെ ആത്മാർത്ഥമായി ഇഖ്ലാസോടു കൂടി പ്രവേശിക്കാനുള്ള തൗഫീഖ് പടച്ചവൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുരിയാതിനാ ഖുറത അയുനിൻ
വജഅൽനാ മുത്തഖിന ഇമാമ. അള്ളാഹുവെ, നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും എല്ലാം നീ പുറത്തു മാപ്പാക്കി താ തമ്പുരാനെ. അള്ളാഹുവെ, നമ്മളെല്ലാം മനുഷ്യന്മാരാണ്, നിനക്കറിയാമല്ലോ, നീ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ പല തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ചു പോയിട്ടുണ്ട്. അറിഞ്ഞും അറിയാതെയും ഒക്കെ ധാരാളം തെറ്റുകൾ വന്നിട്ടുണ്ട്. ആ തെറ്റുകളെല്ലാം പുറത്ത് മാപ്പാക്കി തന്ന് ഒരു നല്ല മനുഷ്യനായി, നല്ല ഉമ്മയായി, നല്ല ബാപ്പയായി, നല്ല മകനായി, നല്ല മകളായി, നല്ല സ്റ്റുഡൻ്റായി, നല്ലൊരു മുസ്ലിമായി അള്ളാഹുവെ ഈ മാസത്തിൽ ജീവിക്കുവാനും അങ്ങനെ റംസാനിലേക്ക് പ്രവേശിച്ച് മരണം വരെ സക്രാത്തുൽ മൗത്ത്, മരണം തൊണ്ടക്കുഴിയിൽ നിന്നും മലക്കുൽ മൗത്ത് പിടിക്കുന്ന ആ സമയം വരെ ഒരു നല്ല മനുഷ്യനായി ജീവിക്കാനുള്ള തൗഫീക്ക് അള്ളാഹുവെ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണം തമ്പുരാനെ. അള്ളാഹുവെ, സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന, ശാരീരികമായി വിഷമങ്ങൾ അനുഭവിക്കുന്ന, ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾക്കിടയിൽ സംശയങ്ങളും വേണ്ടാത്ത വിചാരങ്ങളും വേണ്ടാത്ത പ്രവർത്തനങ്ങളും ചീത്തകളും വഴക്കുകളും ഒക്കെ പലരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. അതെല്ലാം അള്ളാഹുവെ നീ പരിഹരിച്ചു തരികയും മക്കളെ കൊണ്ടുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കുകയും നല്ല സൽസന്താനങ്ങളായി ഉമ്മാക്കും ബാപ്പാക്കും കുടുംബത്തിനും അയൽപക്കത്തിനും സമൂഹത്തിനും ദീനിനും ഉപയോഗപ്പെടുന്ന അനുസരണശീലമുള്ള മക്കളായി നമ്മുടെയൊക്കെ മക്കളെ വളർത്തിക്കൊണ്ടുവരുവാൻ അള്ളാഹുവെ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകണ തമ്പുരാനെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും ഒക്കെ നമുക്ക് എല്ലാവർക്കും നീ ആശ്വാസം നൽകണ തമ്പുരാനെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.